ഹലോ ഗൈസ്, വെൽക്കം ടു ആനന്ദ IAS അക്കാഡമി. നമ്മൾ ഇന്ന് 27th of March ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് എടുക്കുന്നത്. ഇത് ഹിന്ദുവിൽ ഇന്ന് വന്ന ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. ഒരു 4 to 5 ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തത്. അത്രയോ അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചുകൂടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റിയ കുറച്ചും കൂടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UPSC പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് തോന്നി. സോ ഒന്നുകൂടി വെൽക്കം ചെയ്യണം എല്ലാവരും. വെൽക്കം ടു ഡെയിലി കറണ്ട് അഫയർ സെഷൻ ഓഫ് ആനന്ദ IAS. സോ നമുക്ക് ഡയറക്ട്ലി ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ടോപ്പിക്? ഇത് നമ്മുടെ റീജിയണൽ പേജിൽ വന്നൊരു ചെറിയൊരു ആർട്ടിക്കിൾ ആണ്. സി വിജിൽ എന്ന ആപ്പിനെ കുറിച്ച് വന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും ഒക്കെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. സോ ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. സോ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയ ഒരു ആപ്പാണ് സി വിജിൽ ആപ്പ്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിപ്പം ഒരു ഇലക്ഷൻ ലോസോ അല്ലെങ്കിൽ ഇലക്ഷൻ പോൾസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വയലേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ, ഈ ഇലക്ഷൻ നടക്കാണല്ലോ നമ്മുടെ നാട്ടിൽ, അപ്പം അതിന്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പെരുമാറ്റച്ചട്ട ലംഘനം അല്ലെങ്കിൽ എന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് സിറ്റിസൺസിന് എന്ത് ചെയ്യാം, അത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലൈന്റ് ആയിട്ട് മാറും. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അത് ഓട്ടോമാറ്റിക്കലി ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കും. ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കൊന്നും വേണം. ജസ്റ്റ് എന്താണ് നമ്മളിപ്പോ ഒരു പരാതി, ഒരു മദ്യം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നു, ഫോട്ടോ എടുക്കുക, അയക്കുക. അയക്കേണ്ട, ആപ്പിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മളെ പേരും അഡ്രസ് ഒന്നും കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഡയറക്റ്റ്ലി അത് പോകും. അത് കംപ്ലൈന്റ് രജിസ്റ്റർ ആവും. ഇലക്ഷൻ കമ്മീഷൻ അത് നടപടി എടുക്കും. നമ്മളൊന്നും പറയണ്ട, നമ്മുടെ പേര് അഡ്രസ് ഒന്നും വേണം. ഓക്കെ. സോ സി വിജിൽ app is by Election Commission of India, emerged as a powerful tool for citizens to report election code violation. നമ്മുടെ ഇലക്ഷൻ കോഡിൽ എന്തെങ്കിലും വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിസൺസിന് അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാൻ പറ്റിയൊരു ആപ്പാണ് സി വിജിൽ ആപ്പ്. ഇതില് എന്താണ്, നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് രജിസ്റ്റർ കംപ്ലൈന്റ്. നമുക്ക് ഈ സി വിജിൽ ആപ്പിൽ ഏതൊരാൾക്കും എത്ര പ്രാവശ്യം വേണമെങ്കിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ടു റിപ്പോർട്ട് വയലേഷൻ ഓൺ ഇലക്ഷൻ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ചട്ടലംഘനമോ അല്ലെങ്കിൽ മറ്റ് നിയമ ലംഘനങ്ങളോ ഇലക്ഷൻ റിലേറ്റഡ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ സാധാ പോലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം. ഇലക്ഷൻ റിലേറ്റഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഈ ആപ്പിൽ ഫോട്ടോ എടുത്ത് അയക്കുക, ആപ്പിൽ മെസ്സേജ് അയക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കംപ്ലൈന്റ് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആയിക്കോളും. ഓക്കെ. പിന്നെ ഇതിന്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനോണിമസ് റിപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ ആരാണ്, നമുക്കൊരു പേടി ഉണ്ടാവും. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവോ, അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ത്രെട്ട് വരുമോ, നമ്മുടെ ജീവന് ഭീഷണിയാവോ എന്നുള്ള പേടി നമുക്കുണ്ടാവും. ഈ ആപ്പില് അനോണിമസ് റിപ്പോർട്ടിംഗ് ആണ്. മീൻസ് കംപ്ലൈന്റ് കൊടുത്ത ആൾക്ക് അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത ആളുടെ ഡീറ്റെയിൽസ് ഈ ആപ്പിൽ പുറത്തു വിടൂല. ഈ ആപ്പ് പുറത്തു വിടില്ല. ഇതൊരു അനോണിമസ് ആയിട്ടായിരിക്കും ഇതിന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവുക. ഒരു അനോണിമസ് ആള്, അത്രോളം. ഒരു അഭ്യുദയകാംക്ഷി എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അങ്ങനെയായിരിക്കും. സോ നമ്മുടെ പേഴ്സണൽ ലൈഫിന് ത്രെട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ജിയോ ടാഗിങ്. ഈ ആപ്പ് ഓട്ടോമാറ്റിക് ആയി നമ്മളിപ്പം ഈ ആപ്പ് തുറന്ന് നെറ്റ് ഓൺ ആക്കി ഈ ആപ്പ് തുറന്ന് ആപ്പിൽ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒന്നിലേക്ക് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എവിടെ വെച്ചെടുത്തു, ഏതാണ് കറക്റ്റ് ലൊക്കേഷൻ, ജിയോ ലൊക്കേഷൻ കറക്റ്റ്ലി ആ ഫോട്ടോന്റെ കൂടെ ടാഗ് ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടാഗ് ചെയ്യും. നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഇത് ഇന്ന സ്ഥലമാണെന്നൊന്നും പറയണ്ട. ഓട്ടോമാറ്റിക്കലായിട്ട് ലൊക്കേഷൻ മാപ്പ് ചെയ്തോളും. പിന്നെ ഇലക്ഷൻ കമ്മീഷന് അത് പെട്ടെന്ന് അതിനെതിരെ നടപടി എടുക്കാനും പറ്റും. ഓക്കെ. അതാണ് സി വിജിൽ ആപ്പ്. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പല സ്ഥലത്തും ഉപയോഗിക്കാനൊക്കെ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കണ്ട എന്തെങ്കിലും എന്തെങ്കിലും ഇലക്ഷൻ റിലേറ്റഡ് വയലേഷൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും
നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ചാൽ മതി. ആരും അറിയാതെ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തിട്ട് നമുക്ക് നടപടി എടുത്തായിട്ടുള്ള വിവരം പോലും നമുക്ക് ആപ്പിലൂടെ കിട്ടും. ഓക്കെ, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിനടുത്താണ്. നമ്മളിപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും ലിക്വിഡ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഇലക്ഷൻ സമയത്ത് നമ്മൾ തോക്ക് കാണിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്റിമിഡേഷൻ, ഭീഷണിപ്പെടുത്തുക, അടിണ്ടാക്കുക, പിന്നെന്താണ് ഫേക്ക് ന്യൂസ്, മണി ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണൽ ആയിട്ടുള്ള സ്പീച്ച്, പെയ്ഡ് ന്യൂസ്, ഫ്രീ ബീസ്, ഇങ്ങനത്തെ സാധനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്പം അയച്ചു കൊടുത്താൽ മതി. നമ്മൾ ആപ്പ് രജിസ്റ്റർ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലായിട്ട് ഈസി അതിന് വേണ്ടി നടപടികൾ എടുത്തോളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു S-400 സിസ്റ്റം. ഇതൊരു ന്യൂസ് ആണ്. S-400 സിസ്റ്റം ഇന്ത്യ 2018 റഷ്യ ആയിട്ട് ഒരു ഡിഫൻസ്, ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, നമ്മൾ ആന്റി എയർക്രാഫ്റ്റ് ഗൺ അല്ലെങ്കിൽ നമുക്ക് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു S-400 വേണ്ടിയിട്ട്. S-400 എന്ന് പറഞ്ഞ ഈ സിസ്റ്റം റഷ്യ ഡെവലപ്പ് ചെയ്തതാണ്. അത് ഇന്ത്യക്ക് കൂടി നല്ലൊരു അത്യാവശ്യം നല്ല എന്താണ് സക്സസ് റേറ്റ് ഉള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ് വേൾഡിൽ. അപ്പം ഇന്ത്യ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു റഷ്യയുടെ കയ്യിൽ നിന്നും. പക്ഷേ ഉക്രൈൻ വാർ വന്നതോടുകൂടി ഇന്ത്യക്ക് അത് പൂർണ്ണമായിട്ട് കൈമാറാൻ റഷ്യക്കായില്ല. അത് ഈ ഇയറിൽ തന്നെ എന്താണ് അതിന്റെ ഡെലിവറീസ് കംപ്ലീറ്റ് ആവും എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ന്യൂസ് ആണ് ഇത്. നമുക്ക് ഇതിനെ മെയിൻ പഠിക്കാനുള്ളത് S-400 എന്താണെന്നാണ്. നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രിലിംസിലൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ S-400 എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഇതൊരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ്, ആന്റി എയർക്രാഫ്റ്റ് ഗൺ ആണ്, അല്ലെങ്കിൽ ഇതെന്താണ് നമുക്ക് പറയാൻ പറ്റും, ഇത് എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റും. ഇത് വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ചെയ്ത ഒരു സിസ്റ്റം അല്ല. ഇത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. റഷ്യയിൽ ആരുണ്ടാക്കിയെന്ന് നമ്മൾ അറിയണ്ട, റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ സാധനമാണ് S-400. S-300 ഉണ്ട്. ഇതൊക്കെ നമ്മൾ S-300 ഉണ്ടാക്കിയത് റഷ്യയാണ്. ഓക്കെ, S-400 ട്രയംഫ്, കോഡ് നെയിം നിങ്ങൾ പഠിക്കണം. S-400 ഉണ്ടാക്കിയത്, ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ലൈക്ക് അത് ഷോർട്ട് റേഞ്ച് അല്ലാതെ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ അത് ചെയ്യാൻ പറ്റും. അത് റീസെന്റ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ടൈമിൽ പാകിസ്ഥാൻ എയർ സ്പേസ് കൂടെ പോയ ഒരു പാകിസ്ഥാനി ഫ്ലൈറ്റ് നമ്മൾ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അത് S-400 ഉപയോഗിച്ചിട്ടാണ്. അത്രയും ലോങ് റേഞ്ചിൽ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. S-400 സിസ്റ്റം ഈസ് എ ലോങ് റേഞ്ച് മൾട്ടി ലെയർഡ്. ഓരോ ലെയർ ആയിട്ട്, ഇന്ന ലെയറിൽ നമുക്ക് ഇത്ര ചെയ്യണം, ഇന്ന 9 മുതൽ 10 കിലോമീറ്റർ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 7 മുതൽ 10 വരെ കിലോമീറ്റർ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ മൾട്ടി ലെയർഡ് ആയിരിക്കും. മൾട്ടി ലെയർഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആണ്. ബേസിക്കലി ഇത് എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ഡെവലപ്ഡ് ബൈ ആൽമാസ് ആൻഡ് റഷ്യ. കമ്പനിയുടെ പേര് നമ്മൾ നോക്കണ്ട. ഇൻ ഇന്ത്യൻ സർവീസ്, ഇന്ത്യയിൽ ഇത് എന്താണ് സുദർശൻ ചക്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത്രയും പ്രിസൈസ് ആണ്. അത്രയും എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ പാകിസ്ഥാൻ പലതരത്തിലുള്ള ഡ്രോൺ, പലതരത്തിലുള്ള ഡീകോയ് ഡ്രോൺ, പലതരത്തിലുള്ള മിസൈൽസ് ഒക്കെ അയച്ചിട്ട് പോലും നമുക്ക് ഒന്നും നമ്മുടെ എയർബേസിനോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ലൈഫിനൊന്നും വലിയ ത്രെട്ടായിട്ട് വന്നിട്ടില്ല. ബിക്കോസ് എന്താണ്, S-400 നല്ല രീതിയിൽ പ്രവർത്തിച്ചു, എല്ലാം വെടിവെച്ചിട്ടു, നമുക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നല്ലൊരു ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ കൂടി വാങ്ങാൻ പോകുന്നുണ്ടെന്നുള്ള ന്യൂസ് ഞാൻ കേട്ടു. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മൾട്ടി ടാർഗറ്റ് ക്യാപ്പബിലിറ്റി. എന്താണ്, സിംഗിൾ ടാർഗറ്റ് മാത്രമല്ല. ഇതിപ്പം പാകിസ്ഥാൻ ഡ്രോൺ അയക്കാൻ വിചാരിക്കാം, ഒരു ഡ്രോൺ അല്ല പാകിസ്ഥാൻ ഒറ്റ ടൈമിൽ അയക്കാം. ഒരു 10 to 15 ഡ്രോൺ അല്ലെങ്കിൽ 20 to 25 ഡ്രോൺ ഒറ്റ ടൈമിൽ അയക്കും. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് 80 ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡ്രോൺ 80 ഡ്രോൺ കണ്ടിന്യൂസ് ആയിട്ട് പോലും ഒറ്റയടിക്ക് ഒറ്റ ടൈമിൽ S-400 എതിരെ വരികയാണെങ്കിൽ 80 ഡ്രോണിനും ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, S-400 ലോക്ക് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. അല്ലാതെ ഒരു ഡ്രോൺ നശിപ്പിച്ച് പിന്നെ ഡ്രോൺ അങ്ങനെയല്ല. ഒറ്റയടിക്ക് ഒറ്റ ലോക്കിൽ എല്ലാത്തിലും ഈ 80 ടാർഗറ്റ് നശിപ്പിക്കാൻ പറ്റും. പിന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ
ഡ്രോണുകളിലെ ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിനെക്കാട്ടി സ്പീഡിൽ പോണ വെപ്പൺസിന്, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവിസിബിൾ ആയിട്ട് പോണ 5th ജനറേഷൻ എയർക്രാഫ്റ്റിനെ നമ്മൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറയാം. ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ ഡ്രോണുകളിലെ ഹൈപ്പർസോണിക് വെപ്പൺസിനെ പോലും ഇതിനടിച്ച് താഴെടാൻ പറ്റും. ഓക്കെ. പിന്നെ മിസൈൽ റേഞ്ച് അപ് ടു 400 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു ലോങ് റേഞ്ച് ആണെന്ന്. 400 കിലോമീറ്റർ അകലെ വരെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിറ്റക്ട് ത്രെഡ് അപ് ടു 600 കിലോമീറ്റർ. 600 കിലോമീറ്റർ വരെയുള്ള ത്രെഡ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. 400 കിലോമീറ്റർ വരെയുള്ള മിസൈൽ റേഞ്ച് നമുക്ക് വെടിവെച്ചിടാൻ പറ്റും. ഓക്കെ. പിന്നെ വേറെ സാധനമുണ്ട്, മിഷൻ സുദർശൻ ചക്ര. ഇത് പറയുമ്പോൾ S-400 പറയുമ്പോൾ നമുക്ക് കൂടെ പറയേണ്ട ഒരു സാധനമാണ് മിഷൻ സുദർശൻ ചക്ര. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാഠം പഠിച്ചു. നല്ല പാഠം പഠിച്ചത്. നമുക്കൊന്നും പറ്റിയിട്ട് പഠിച്ചതല്ല. ബിക്കോസ് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം നല്ല വർക്ക് ചെയ്ത്. സോ നമുക്ക് മനസ്സിലായി എയർ ഡിഫൻസ് സിസ്റ്റം നല്ല ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഡ്രോൺ എത്ര ഇത് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ബേസസും നമ്മുടെ പബ്ലിക് ലൈഫും പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. സോ മിഷൻ സുദർശൻ ചക്ര പറഞ്ഞൊരു മിഷൻ ഗവൺമെന്റ് ഇറക്കി ഈ സിന്ദൂറിന് ശേഷം. ബേസിക്കലി ഇത് പറയണത് നമുക്ക് ഒരു എന്താണ് ഇസ്രായേലിന്റെ അയൺഡോമിനെ പോലെ, അയൺഡോം കേട്ടിട്ടുണ്ടാവും, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. നല്ല എന്താണ് ഉള്ളോട്ട് കയറൂല എന്ന് അവർ അവകാശപ്പെടുന്ന നല്ല സക്സസ് ആയിട്ടുള്ള സാധനമാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്ത സാധനം വേണം നമ്മൾ വിചാരിച്ചു. അത് ആ പ്രൊജക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിഷൻ സുദർശൻ ചക്ര. ഇതേപോലെയുള്ള വേറെ പ്രൊജക്റ്റ് ആണ് പ്രോജക്ട് കുഷ. പ്രോജക്ട് കുഷ എന്ന് പറയുന്നുണ്ടെങ്കിൽ DRDOയുടെ പ്രൊജക്റ്റ് ആണ്. ഇതും സെയിം ആണ്. ബട്ട് ഇത് ലോങ് റേഞ്ച്, സ്പെസിഫിക്കലി ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഒരു 2030 2029 വികസിപ്പിക്കാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രോജക്റ്റ് ആണ് പ്രോജക്ട് കുഷ. മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ലെയേർഡ് സിസ്റ്റം. അതിൽ എന്താണ് ലോങ് റേഞ്ച് ഉണ്ടാവും, ഷോർട്ട് റേഞ്ച് ഉണ്ടാവും, ചെറിയ ഡ്രോൺ വെച്ച് വീഴ്ത്താൻ ലേസർ ടെക്നോളജി ഉണ്ടാവും, എല്ലാ രീതിയിലുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഇത് ഹിന്ദുവിൽ വന്ന ഒരു എന്താണ് ഒരു പിക്ചറാണ്. ഹിന്ദുവിൽ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ പിക്ചേഴ്സ് കാണുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ എന്താണ് UPSC ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രിലിംസിലൊക്കെ. സോ ഈ പിക്ചറിൽ ജമാ മസ്ജിദ്, ഡൽഹിയിലുള്ള ജമാ മസ്ജിദിലുള്ള പ്രയർ ആണ് കാണിക്കുന്നത്. ബട്ട് നമ്മൾ പ്രയറിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ക്ലൈമറ്റ് ഫോക്കസ് ചെയ്യാം. അതാണ് അവിടെ താഴെ എഴുതിയിട്ട് എന്താണ് ഫേസ്ബുൾ ഓഫറിംഗ് കോൾഡ് വെർ ഈസ് ബിക്കോസ് ഓഫ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എമർജിങ് ഫ്രം മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീന്ന് വന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണമാണ് ഇപ്പോൾ അവിടെ കോൾഡ് വന്നത്. സോ എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്? നമ്മൾ അതാണ് പഠിക്കേണ്ടത്. സോറി, ഡിസ്റ്റർബൻസ് സ്പെല്ലിംഗ് ചെറിയ ഇതുണ്ട്, അത് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്, സോറി. സോ എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. മീൻസ് ഒരു സൈക്ലോൺ ആണ്, ബട്ട് അത് ഉണ്ടാവുന്നത് ട്രോപ്പിക്സിന്റെ എബോല, ലൈക്ക് ട്രോപ്പിക്സ് കഴിഞ്ഞിട്ടുള്ള ഏരിയയിലാണ് എന്ത് ഈ സൈക്ലോൺ ഉണ്ടാവുന്നത്. ഈ സൈക്ലോൺ ഏകദേശം നമ്മുടെ ഏകദേശം മെഡിറ്ററേനിയൻ സീ, ട്രോപ്പിക്കിൽ കഴിഞ്ഞിട്ട്, എക്സ്ട്രാ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ ട്രോപ്പിക്സിന്റെ എബോ മെഡിറ്ററേനിയൻ സീയിൽ ഉണ്ടാവുന്ന ഒരു സൈക്ലോൺ ആണ്, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ഇത് ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയൻ, പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് ഈ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, കാശ്മീർ, ഈ ഒരു സൈഡിൽ കൂടെ ഇന്ത്യയിലേക്ക് കയറും. ഒരു കാറ്റാണ്. ഇതെങ്ങനെയാ ഈ മെഡിറ്ററേനിയൻ സീയിലുള്ള സാധനം ഇവിടെ എത്തുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം. ജെറ്റ് സ്ട്രീം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ജോഗ്രഫിയിൽ പഠിച്ച ഈ ജെറ്റ് സ്ട്രീം, വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം, ആ സമയത്ത് ഉണ്ടാവുന്ന വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഈ മെഡിറ്ററേനിയൻ സീയിലുള്ള ഈ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണിനെ അവിടുന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഇന്ത്യയിലെ വെസ്റ്റേൺ റീജിയനിൽ, അല്ലെങ്കിൽ ഈ ഡൽഹി, ഹരിയാന പോലത്തെ ഭാഗത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, കശ്മീർ, ഈ ഇന്ത്യയുടെ വെസ്റ്റേൺ ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് ഇടും. അപ്പൊ എന്തായിരിക്കും കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ആ ഭാഗത്ത് ഇങ്ങനെ വരുന്ന സ്ഥലത്തു നിന്നൊക്കെ, ഈ ബ്ലാക്ക് സീ ഭാഗത്തു നിന്നൊക്കെ എന്താണ് ഈ സൈക്ലോൺ എന്ത് ചെയ്യും? മോയ്സ്ചർ എടുക്കും. അവിടെ നിന്നൊക്കെ മോയ്സ്ചർ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് തട്ടും. മീൻസ് ഒരു സ്നോ ആയിട്ടോ അല്ലെങ്കിൽ മഴയായിട്ടോ തട്ടും. അത് കാരണമാണ്
എന്താണ് ഈ മാസം ഡൽഹിയിൽ തണുപ്പ് വരാൻ കാരണം. ഓക്കെ, ഇപ്പൊ ഈ ഫോട്ടോ ഒരു ഫോഗി അല്ലേ, ഫോഗി കണ്ടീഷൻ ഈസ് ഡ്യൂ ടു വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് കോസ്ഡ് ഇൻ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ദി ഒറിജിനേറ്റ് ഓവർ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു കാസ്പിയൻ വരുന്ന വഴി കാസ്പിയൻ സീന്ന് ബ്ലാക്ക് സീന്ന് എന്താണ് മോയ്സ്ചർ പിക്ക് ചെയ്തിട്ട് ഇന്ത്യ സബ് കോണ്ടിനെന്റിൽ കൊണ്ടുവിടും. അത് ആരെ കൊണ്ടുവിടുന്നത്? സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം. ഇതിനാണ് നമ്മൾ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ വെസ്റ്റേൺ പാർട്ടിലുള്ള വരുന്ന സാധനമാണ്. സോ ഇതിനെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ലാസ്റ്റ് ന്യൂസ് ഇത് മനസ്സിലായില്ലേ? സോ ലാസ്റ്റ് ന്യൂസ് എന്താണ്? ലോക്കൽ കറൻസി പേയ്മെന്റ്. നമുക്കറിയാം ഡോളറിന് എതിരെ നമ്മുടെ രൂപ ഉപ്പുകുത്തുകയാണെന്ന് പറയാൻ പറ്റും. നല്ല രീതിയിൽ ഇപ്പം 100 കടിക്കുന്നൊക്കെ പറയുന്നുണ്ട്, 100 കഴിഞ്ഞിട്ട് പോകും, 110 ആവും എന്നൊക്കെ പറയണവരുണ്ട്. ഇപ്പൊ 94 രൂപയാണ്. അതും $1 94 രൂപ കൊടുക്കണം. അപ്പം ഓരോ ദിവസം കൂടുന്നതോറും എന്താണ് ഈ 94, 95 ആവുക, 100 ആവുക, 110 ആവുക. അപ്പൊ എന്താണ് നമ്മളിപ്പം ഇന്ന് 94 രൂപയ്ക്ക് ഒരു ഡോളർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ 98 രൂപയ്ക്ക് ഒരു ഡോളർ വാങ്ങേണ്ടി വരും. അപ്പൊ നമുക്കറിയാം നമ്മളിപ്പം ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ UAE-ന്റെ കയ്യിൽ നിന്നും സൗദിന്റെ കയ്യിൽ നിന്നൊക്കെ എന്ത് വാങ്ങുന്നത്? ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. സോ ഈ രൂപ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ 94 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിയ ഡോളർ നാളെ 98 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങണം. സോ എന്താണ് ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സിന് അത് വളരെ വലിയൊരു കനത്ത ആഘാതമാണ്. സോ അത് കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഡോളറിൽ അവർക്ക് കൊടുക്കൂല, ഈ UAE-കാർക്ക് ഡോളറിൽ കൊടുക്കൂല, അവർക്ക് നമ്മുടെ കറൻസിയിലും അല്ലെ അവരുടെ കറൻസിയിലായിട്ട് കൊടുക്കും. സോ നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടും. എങ്ങനെ? എന്താണ് ഡിമാൻഡ് കൂടും. നമ്മുടെ കറൻസിന്റെ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ അതിന് ആ കറൻസി എന്തായിരിക്കും? അപ്രീഷിയേറ്റ് ആവും, ഡിപ്രീഷിയേറ്റ് ആവില്ല. ഇപ്പം നമ്മുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഡോളറിന്റെ നമ്മുടെ ഇമ്പോർട്ടേഴ്സ് ഒക്കെ ഡോളറിന്റെ ബാക്കിലാണ് ഓടുന്നത്. സോ ഡോളറിന്റെ ബാക്കിൽ ഓടുമ്പോൾ ഡോളറിനാണ് വില കൂടുക, ഡോളർ അപ്രീഷിയേറ്റ് ആവും. ഡോളർ അപ്രീഷിയേറ്റ് ആകുമ്പോഴത്തേക്ക് രൂപ ഡിപ്രീഷിയേറ്റ് ആവും. അപ്പൊ നമുക്ക് ഡോളർ നമ്മൾ മാറ്റി വെക്കും. ഡോളർ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റുപ്പീസ് നോക്കും. ഈ റുപ്പീസ് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുപ്പീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE-ക്ക് നമ്മുടെ ലോക്കൽ കറൻസിയായ ഇന്ത്യൻ റുപ്പി കൊടുക്കും. അപ്പൊ ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കൂടും. ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കൂടിയെങ്കിൽ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ എന്താണ് ഈ പെട്ടെന്നൊന്നും 94, 98 ആവുക, 100 ആവുക അങ്ങനെയൊന്നും ആവില്ല. ഒന്നെങ്കിൽ അതിങ്ങനെ കുറഞ്ഞു വരും, 94, 93 ആവും, ചിലപ്പോൾ 94.5 ആവും. അങ്ങനെ പെട്ടെന്ന് കൂടൂല, ഒരു വലിയ കൂടുള്ളൂ. ഓക്കെ, സോ അതിനാണ് നമ്മളിപ്പം ലോക്കൽ കറൻസി പേയ്മെന്റ് നോക്കുന്നത്. സോ ലോക്കൽ കറൻസി മീൻസ് സെറ്റിൽമെന്റ് ഓഫ് ബൈലാറ്ററൽ ട്രാൻസാക്ഷൻ. ഇതിപ്പോ ഇന്ത്യ UAE നോക്കുകയാണെങ്കിൽ ബൈലാറ്ററൽ ട്രാൻസാക്ഷൻ ഈസ് കണ്ടക്ടഡ് ഇൻ ദ റെസ്പെക്റ്റീവ് കറൻസി ഓഫ് ഈച്ച് കൺട്രി. വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ UAE-ന്ന് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യ രൂപ കൊടുത്ത് വാങ്ങും. UAE-ക്ക് ആ സെയിം രൂപ വാങ്ങിയിട്ട് തിരിച്ച് ഇന്ത്യക്ക് തന്നെ തരാൻ പറ്റും. എന്നിട്ടോ ഇന്ത്യന്റെ കയ്യിൽ നിന്ന് പച്ചക്കറി ഇങ്ങനത്തെ എന്താണ് പ്രൊഡക്ട്സ്, പച്ചക്കറി ആയിട്ടും എന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആയിട്ടും ടെക്സ്റ്റൈൽസ് ആയിട്ടും അവർക്ക് വേണ്ടതൊക്കെ തിരിച്ചു വാങ്ങാനും പറ്റും. സോ ഒരു എന്താണ് ഗീവ് ആൻഡ് ടേക്ക്. ഇതുപോലെ രണ്ടാൾക്കും പ്രശ്നമില്ല. രണ്ടാൾക്ക് ഡോളറിന്റെ ബാക്കിൽ ഡോളർ ഇപ്പോൾ നല്ല എല്ലാ കറൻസിയും വെച്ച് നോക്കുമ്പോൾ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, രണ്ടാൾക്കും പ്രശ്നം ഉണ്ടാവില്ല. ഇതിന്റെ നെക്സ്റ്റ് ഈസ് അതിന്റെ കവറേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് കവേഴ്സ് ഓൾ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ലൈക്ക് നമ്മൾ പെട്രോൾ വാങ്ങുകയാണെങ്കിലും കറന്റ് അക്കൗണ്ടിൽ അറിയാലോ നമുക്ക് പെട്രോൾ ഇങ്ങനത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതും. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മീൻസ് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ പെർമിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താ ലോക്കൽ കറൻസി പേയ്മെന്റ്. പിന്നെ ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാൽ ഡോളറൈസേഷൻ. ഡോളറിന്റെ ആധിപത്യം നമുക്ക് കുറച്ചിട്ട് നമ്മുടെ രൂപയ്ക്കും കുറച്ചൊരു ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂയിൽ കുറച്ചും കൂടി ഒരു ആധിപത്യം കൂട്ടും. ഒരു രൂപേന്റെ വാല്യൂ സ്ട്രെങ്തൻ ആവും. എപ്പോഴും ഡിപ്രീഷിയേറ്റ് ഈ ഡോളറിനെതിരെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് സ്ട്രെങ്തൻ ആവും നമ്മുടെ രൂപ. അത് നമുക്കും നമ്മുടെ എക്കണോമിക്കും നല്ലതാണ്, ഒന്ന് സ്ട്രെങ്തൻ ആണ്. പക്ഷെ ഓവർ സ്ട്രെങ്ത് ആയ പ്രശ്നമാണ്. സ്ട്രെങ്തൻ ബൈലാറ്ററൽ ടൈസ്. പിന്നെന്താണ് ഇതിന്റെ അടുത്തൊരു ലോക്കൽ കറൻസി പേയ്മെന്റ് നമ്മുടെ ബൈലാറ്ററൽ ടൈസ്. നമ്മളിപ്പം UAE ആയിട്ട്, അതിപ്പം റഷ്യ ആയിട്ട് നമ്മൾ നമ്മുടെ ലോക്കൽ കറൻസി പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ US കറൻസി പേയ്മെന്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്താണ് US
റഷ്യൻ ഓയിൽ എംബാർഗോ ഉണ്ട്. സോ എന്താണ് നമ്മൾക്ക് ഡോളർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യ റഷ്യ ട്രേഡ് ഡോളർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അവിടെ മുടങ്ങി കിടക്കും. പക്ഷെ നമ്മൾ ലോക്കൽ കറൻസിയിലേക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ ട്രേഡ് അപ്പോഴും കണ്ടിന്യൂ. ഇപ്പൊ ഡോളർ ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് റഷ്യ ഇന്ത്യ ബന്ധം ഒന്നുകൂടി സ്ട്രെങ്തൻ ആവും. സോ ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദ ബൈലാറ്ററൽ ടൈസ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ്. കുറച്ചും കൂടി ഈസിയാണ് ഇന്നത്തെ ഭാഗങ്ങളൊക്കെ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കാം. ഓക്കെ, ബൈ.